ജിദ്ദ വഴി ഹജ്ജിനെത്തിയ ഇന്ത്യൻ ഹാജിമാരുടെ മദീന സന്ദർശനം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. മലയാളി ഹാജിമാരുടെ ആദ്യ സംഘം ഈ മാസം 16-നാണ് സന്ദർശനത്തിന് പുറപ്പെടുന്നത്. മദീനയിൽ കടുത്ത ചൂടുള്ളതിനാൽ തീർത്ഥാടകർക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർ മദീന വഴിയും ജിദ്ദ വഴിയുമാണ് ഹജ്ജിന് എത്തിയിരുന്നത്. ഇവരിൽ ജിദ്ദ വഴി എത്തിയ തീർത്ഥാടകരുടെ മദീന സന്ദർശനമാണ് ഇനി ബാക്കിയുള്ളത്. ഇവരാണ് മദീന സന്ദർശനത്തിന് പുറപ്പെടുക. മലയാളി ഹാജിമാർ എല്ലാവരും ഇന്ന് മിനയിൽ നിന്ന് മടങ്ങി അസീസിയൽ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ ഇനി അടുത്ത ദിവസങ്ങളിൽ തവാഫും ഇഫാദത്തും സായും ചെയ്യാൻ ബാക്കിയുള്ളവർ സായും തവാഫും ചെയ്തു വരും. അത് കഴിഞ്ഞ് ഇൻഷാ അടുത്ത ആഴ്ചയോടുകൂടി ഏകദേശം 16-ാം തീയതി കൂടി മദീനയിലേക്ക് മടങ്ങും. മദീനയിലേക്ക് പോകും. മദീനയിൽ നിന്ന് ഇൻഷാ 25-ാം തീയതി കൂടിയായിരിക്കും നാട്ടിലേക്കുള്ള ആദ്യ വിമാനം പുറപ്പെടുക. വ്യാഴാഴ്ച മുതൽ ഹാജിമാരുടെ മദീന സന്ദർശനം ആരംഭിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ വന്ന മലയാളി ഹാജിമാരും മദീന സന്ദർശനം പൂർത്തിയാക്കിയിട്ടില്ല. ഈ മാസം 16 മുതലാണ് ആദ്യ സംഘം മലയാളി തീർത്ഥാടകർ മദീനയിലേക്ക് പുറപ്പെടുന്നത്. മദീനത്ത് പോയിട്ട് അവിടെ സിയാറത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 8 ദിവസം താമസിക്കും. 40 വക്ത് നിസ്കാരം മദീന പള്ളിയിൽ കിട്ടണം. അങ്ങനെയാണ് ഗവൺമെൻറ് അനുവദിച്ച സമയം. അപ്പോൾ 8 ദിവസം അവിടെ നിന്നിട്ട് 40 വക്ത് കൂടിയിട്ട് പിന്നെ ഞങ്ങളെ ഫ്ലൈറ്റ് 25-ാം തീയതി കോഴിക്കോട്. കടുത്ത ചൂടാണ് മദീനയിൽ തീർത്ഥാടകരെ കാത്തിരിക്കുന്നത്. വരും ദിനങ്ങളിലും താപനില 40-നും 45-നും ഇടയിൽ തുടരും. പുറത്തിറങ്ങുന്ന തീർത്ഥാടകർക്ക് കർശന നിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. 8 ദിവസം മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുക. സാബിത് സലീം, മീഡിയ 1, മക്ക.